നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം പാളിയെന്ന് തുറന്നു പറഞ്ഞ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളിലും ശബരിമല സ്വർണ്ണക്കൊള്ളയിലും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും പി രാജീവ് പരസ്യമായി സമ്മതിച്ചു. പാർട്ടിക്കകത്ത് ഭയരഹിതമായ ചോദ്യങ്ങൾ ചോദിക്കാൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടത് പ്രവർത്തകരെ ആഹ്വാനം ചെയ്തു. സർക്കാരിനും പാർട്ടിക്ക് സംഭവിച്ച വീഴ്ചകൾ ഏറ്റുപറയാതെ ജനവിശ്വാസം ആർജിക്കാനാവില്ലെന്നതാണ് തെരഞ്ഞെടുപ്പ് തോൽവി CPIMന് നൽകിയ പാഠം. ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ ഇരുമ്പുമുറയിൽ മാത്രം സമ്മതിക്കാറുള്ള വീഴ്ചകൾ പൊതുവേദിയിൽ പി രാജീവ് എണ്ണിപ്പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച LDF അല്ലാതെ മറ്റാരുണ്ടെന്ന മുദ്രാവാക്യം തന്നെ പാളിയെന്നാണ് വിലയിരുത്തൽ. മലപ്പുറം അരീക്കോട് സംഘടിപ്പിച്ച ദേശീയ സെമിനാറിൽ സംസാരിക്കുമ്പോഴായിരുന്നു പി രാജീവിന്റെ ഏറ്റുപറച്ചിൽ. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്, ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങൾ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂവിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾക്കെതിരെയും ശബരിമല സ്വർണ്ണക്കൊള്ളയിലും കർശന നടപടി സ്വീകരിക്കാതിരുന്നതും തെറ്റായിപ്പോയെന്ന തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലെ വിലയിരുത്തലും പി രാജീവ് പൊതുവേദിയിൽ ആവർത്തിച്ചു. ശബരിമലയുടെ പ്രശ്നം അതിൽ നമ്മൾ നടപടിയെടുക്കും, അതിൽ സന്ദർഭത്തിൽ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങളെല്ലാം നോക്കേണ്ടിയിരുന്നതെന്നും ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മറുവശം കണ്ടോളണം, ഒരു സ്വർണം പോലും നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ആളെയാണ് ഔട്ട് ഓഫ് അതിന്റെ മന്ത്രിസഭയിൽ തന്നെ കൊണ്ടുവന്നിപ്പോ ഗവൺമെന്റിന് വേണ്ടി വാദിക്കാൻ വെച്ചിട്ടുള്ളത്. പാർട്ടിക്കകത്ത് ഭയരഹിതമായി ചോദ്യങ്ങൾ ഉന്നയിക്കണമെന്ന ആഹ്വാനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തുണ്ട്. ഭയപ്പാട് കൂടാതെ സങ്കോചങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ചോദിക്കപ്പെടേണ്ട എല്ലാ ചോദ്യങ്ങളും ചോദിക്കാനാണ്. അത് താത്വികമാണ്, ആശയപരമാണ്, രാഷ്ട്രീയമാണ്, സാംസ്കാരികമാണ്. അതിനകത്ത് പരിസ്ഥിതി ലിംഗസമത്വം തോൽവിയുടെ ഉത്തരവാദിത്വം ചുമത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന് അഭിപ്രായപ്പെട്ട മുതിർന്ന നേതാവിനെ താക്കീത് ചെയ്യാൻ ഇന്നലെ CPI തീരുമാനിച്ചിരുന്നു. അതേ പാർട്ടിയുടെ സെക്രട്ടറിയാണ് ഇപ്പോൾ നിർഭയമായി അഭിപ്രായം പറയണമെന്ന് ആഹ്വാനം ചെയ്യുന്നത് എന്നതാണ് വൈരുദ്ധ്യം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.